ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ ഇന്ന് ഒരു ഫ്ലവർ മേക്കിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നത് കുറെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. ഫ്ലവർ മേക്കിംഗ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേ പാർട്ടി വെയർ ആയിട്ടുള്ള ജംസ്യൂട്ട് സാരി, പിന്നെ കഫ്താൻ, ഇങ്ങനെയുള്ള ഡ്രസ്സുകളിലൊക്കെ നമ്മള് ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു അത് എങ്ങനെയാണ്, വെറുതെ കട്ട് ചെയ്തെടുക്കുകയാണോ അതോ എന്തെങ്കിലും മെഷീനിൽ കട്ട് ചെയ്യണതാണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഫ്ലവർ മേക്കിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് കാണുന്നുള്ളവര് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ നമ്മൾ ഈ ഫ്ലവർ മേക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കഫ്താനിലേക്കാണ് കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. കേട്ടോ ഒരു കഫ്താൻ, ഇതിന്റെ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് സ്പ്രെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലെയിൻ ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്ലവേഴ്സ് നമ്മൾ മൾട്ടി കളറിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ സോൾഡറിങ് അയണിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പഞ്ചിങ് മെഷീനിൽ ബീഡ്സ് വെച്ചിട്ട് പഞ്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കഫ്താന് ഒരു സൈഡില് ലേസ് വരുന്നോണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് ഇതിന്റെ ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലവർ മേക്കിങ്ങിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡാണ് കേട്ടോ. ഇത് നമ്മള് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്ന എന്തെങ്കിലും ബോക്സിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കണതാണ്. അപ്പൊ ഞാൻ ഇതുപോലെ ഫ്ലവർ മേക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാർഡ് നമ്മുടെ ആ ഒരു എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോൾ നല്ല കവേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ മാറ്റി വെക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു സ്റ്റീലിന്റെ, ശരിക്കും പറഞ്ഞാൽ ഈ സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്തെടുക്കാനുള്ള സ്റ്റീലിന്റെ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഒരു ഐറ്റം കിട്ടും. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനത് അന്വേഷിച്ചു, ഓൺലൈനിൽ നോക്കി, പിന്നെ നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്ന സ്ഥലത്ത് നോക്കി, ഒരുപാട് സ്ഥലത്ത് അത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ്. പക്ഷെ അതിപ്പോ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു കട്ടിയുള്ള പേപ്പറല്ല, ഒരു കട്ടിയുള്ള ബോക്സിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പൊ അതില് ഞാന് ഈ ഫ്ലവർ ഷേപ്പിൽ ഞാൻ ഇതുപോലെ വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പാർട്ടി വെയർ ആയിട്ടുള്ള ജംസ്യൂട്ട് സാരിയിലൊക്കെ നമ്മൾ ഫ്ലവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഫുള്ളായിട്ട് പ്രോത്സാഹിപ്പിക്കണമൊന്നുമില്ല. ഏറ്റവും നമ്മുടെ മോഡലായിട്ടുള്ള ഡ്രസ്സുകള് ഏറ്റവും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, സ്റ്റാൻഡേർഡ് ആയിരിക്കും. പിന്നെ നമുക്ക് അത് ആ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലവർ വർക്ക് ചെയ്യാന്നുള്ളൂ. ഫസ്റ്റത്തെ ഡ്രസ്സുകളിലൊക്കെ ഞാൻ ജംസ്യൂട്ട് സാരിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ജംസ്യൂട്ട് സാരിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നത്. അതിപ്പോ ഞാനത് ഹാൻഡ് വർക്കിലാണ് കൂടുതലും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ എനിക്കതിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയേക്കുന്നതും ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ എങ്കിലും ഞാനിതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു കാർഡിൽ തന്നെ ഒരു ഫ്ലവർ ഷേപ്പിൽ ഒരു ഫ്ലവർ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഫസ്റ്റ് നമ്മൾ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ, നമ്മൾ ആ വരച്ച ഷേപ്പിൽ തന്നെ ഞാനിവിടെ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെക്കാൻ പോണത് ഈ ഒരു കഫ്താനിലാണ് കേട്ടോ. അതിന്റെ തന്നെ സെയിം മോഡലാണ്. ഇപ്പൊ ഞാൻ തൊട്ട് മുന്നേ കാണിച്ച സെയിം മോഡൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു സൈഡിലാണ് നമുക്ക് ഫ്ലവർ വേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു റോസ് കളർ ആയതുകൊണ്ട് തന്നെ റോസ് കളറിലുള്ള മൾട്ടി കളറിന്റെ മെറ്റീരിയലിൽ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടേക്കാണ്ട് ഇത്ര ഉള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് ഞാൻ പല കളറിലുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ സോൾഡറിങ് അയൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മള് പ്ലഗില് കുത്തി കഴിഞ്ഞിട്ട് നമ്മള് ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മള് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്കിത് കുത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇവിടെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസ് നമ്മുടെ ആ ഒരു മെറ്റീരിയലിന്റെ മേളിൽ വെക്കുക. ഇതിങ്ങനെ റൗണ്ടിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ ഒരു പ്ലഗിൽ കുത്തിയിട്ട് ഞാൻ സ്വിച്ച് ഇടുകയാണ്. അപ്പോൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു ടൈലിൻ്റെ പീസാണ് കേട്ടോ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ചീത്തയായി പോകും. അപ്പോൾ അതിൻ്റെ മേളിൽ ഞാനൊരു ടൈലിൻ്റെ പീസ് വെച്ചിട്ട് അതിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കാറ്.
പിന്നെ ഈ ഫ്ലവേഴ്സ് കട്ട് ചെയ്തതിൻ്റെ ഒപ്പം നമ്മൾ ഈ ഷോളിൻ്റെ സൈഡൊക്കെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കില്ലേ, അതെങ്ങനെയാണെന്നും കൂടി ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഷോളിൻ്റെ അരിക് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ അലിംബായി ആണ് പറഞ്ഞത് ഇങ്ങനെ ഈ ഷോളിൻ്റെ അരികും ഇതുപോലെ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും, അങ്ങനെ വിട്ടു പോരില്ല, ചീത്തയാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ സോൾഡറിങ് അയൺ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ഷോളിൻ്റെ സൈഡും കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സോൾഡറിങ് അയൺ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ, ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിലാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ടൊന്ന് ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യാണ്. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് പീസ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫ്ലവർ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പല കളേഴ്സിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ലൈറ്റ് കളർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇതിൻ്റെ മേളിലായിട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് അയണിങ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറ്റേ സ്റ്റീലിൻ്റെ ഒരു ഷേപ്പുള്ള ഫ്ലവർ ആണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ സ്പീഡിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. എനിക്കത് കുറേ ആയിട്ടും അത് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ പേപ്പറിൽ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഫ്ലവർ ഷേപ്സ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഷോളിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ നമുക്ക്. മറ്റേത് നമ്മൾ വെറുതെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ത്രെഡ് പൊന്തിയൊക്കെ നിൽക്കും, പിന്നെ അത് പെട്ടെന്ന് വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഷോളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഈ ത്രെഡും ഹാൻഡ് വർക്കൊക്കെ വിട്ടു പോരാണ്ട് നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മൾ ഈ കത്രിക വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക കുറച്ച് നാളാണ് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇതുപോലെ കട്ട് വർക്ക് ഉള്ള ഐറ്റംസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ കുറച്ച് പ്രോബ്ലം നമുക്കൊരു യൂസ് ചെയ്യണതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. പിന്നെ നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, എത്രയാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, എന്തായാലും ഒരു 300-നൊക്കെ താഴെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളിൽ ഈ ഒരു സോൾഡറിങ് അയൺ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റേ ഒരു സ്റ്റീലിൻ്റെ തന്നെ ഫ്ലവർ ഷേപ്പിലുള്ള ഐറ്റംസ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത്ര ഒരു നമുക്ക് എന്താ പറയുക കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് അത് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് വിട്ടെടുക്കാനും നല്ല ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഷേപ്പ് വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഞാനത് വെച്ചിട്ടുള്ള വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഫ്ലവേഴ്സ് വെച്ച ഒരു കഫ്താന്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിനും കുറച്ചിങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് നല്ല ഭംഗി കൊടുക്കാൻ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് കൊണ്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഡ്രസ്സിൻ്റെ ഓർഡർ തരണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് അയക്കും. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.